എല്ലാവർക്കും PSC ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ പേർ ചോദിച്ചത് പ്രകാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോട്ടയം ജില്ലയുടെ LPST നിയമന സാധ്യതകളാണ്. ഈ വർഷം നിലവിൽ വന്ന കോട്ടയം ജില്ലയുടെ LPST റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു മോഡൽ റൊട്ടേഷണൽ ചാർട്ട് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മോഡൽ റൊട്ടേഷണൽ ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമന സാധ്യതകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. 50% റിസർവേഷൻ റൂൾ പ്രകാരം മൊത്തം റിസർവേഷൻ 50%-ൽ കൂടാൻ പാടില്ല. ഏതെങ്കിലും രീതിയിൽ 50%-ൽ കൂടുതൽ വന്നാൽ ആ റിസർവേഷൻ ടേൺ TPO ആക്കി മാറ്റിവെച്ച് തൊട്ടടുത്ത ഓപ്പൺ കാറ്റഗറിക്ക് അഡ്വൈസ് കൊടുക്കുന്നതാണ് പതിവ്. ആ സമയത്ത് റൊട്ടേഷണൽ ചാർട്ടിൽ ചെറിയ മാറ്റങ്ങൾ വരും. എന്നാൽ തൊട്ടടുത്ത അഡ്വൈസിൽ തന്നെ മാറ്റിവെച്ച TPOകൾക്ക് അഡ്വൈസ് കൊടുക്കുന്നതിനാൽ വലിയൊരു മാറ്റം വരികയുമില്ല. ഈ വർഷം നിലവിൽ വന്ന കോട്ടയം ജില്ലയുടെ LPST റാങ്ക് പട്ടികയിൻ്റെ മെയിൻ ലിസ്റ്റിൽ 203 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 190 പേരും ഭിന്നശേഷി പട്ടികയിൽ 9 പേരടക്കം മൊത്തം 402 പേരുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിലൂടെ 3 രീതിയിലുള്ള നിയമന സാധ്യതകളാണ് നമ്മൾ കോട്ടയം ജില്ലയിൽ നോക്കിക്കാണുന്നത്. ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഒരു 150 വേക്കൻസി വന്നാൽ ആർക്കൊക്കെയാണ് കോട്ടയം ജില്ലയിൽ നിയമന സാധ്യത ഉള്ളത് എന്നുള്ളതാണ്. ഈ 180 വേക്കൻസി വന്നാൽ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ ഒരു വേഴ്സ്റ്റ് രീതിയിലുള്ള നിയമനം നടന്നാൽ ഉണ്ടായേക്കാവുന്ന കാര്യമാണ് പറയുന്നത്. രണ്ടാമത്തെ സാധ്യതയായി നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അതേ രീതിയിലുള്ള നിയമനം. കഴിഞ്ഞ വർഷം 203 പേർക്കാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. അത്തരത്തിൽ 203 വേക്കൻസികൾ വന്നാൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായി പരിശോധിക്കുന്നത്. മൂന്നാമത്തെ സാധ്യതയായി പരിശോധിക്കുന്നത് മെയിൻ ലിസ്റ്റിലെ മുഴുവൻ പേർ നിയമനം ലഭിക്കണമെങ്കിൽ 243 വേക്കൻസികൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. മെയിൻ ലിസ്റ്റിൽ 203 പേരാണ് ഉള്ളത്. ഇങ്ങനെ 203 പേർക്കും ജോലി ലഭിക്കണമെങ്കിൽ മൊത്തത്തിൽ 243 വേക്കൻസികൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നാൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നുള്ള ഏതൊക്കെ കാറ്റഗറിക്കാർക്കാണ് സാധ്യത എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ സാധ്യതയായ 150 ഒഴിവുകൾ വന്നാൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അങ്ങനെ വന്നാൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 121ാമത്തെ റാങ്കും EBT 123, മുസ്ലിം 122, OBC 113, വിശ്വകർമ്മ 125, EWS 133, LC 184, ഹിന്ദു നാടാർ 37, SC 8, ST 3, ധീവര 2, SCC 142, SIUC നാടാർ സപ്ലൈ 1, ഡിഫറൻ്റ്ലി ഏബിൾ സപ്ലൈ 1, ഡിഫറൻ്റ്ലി LD സപ്ലൈ 2, ഡിഫറൻ്റ്ലി ഏബിൾ HI നോട്ട് അവൈലബിൾ, ഡിഫറൻ്റ്ലി ഏബിൾ M സപ്ലൈ 1. അടുത്തതായി നമ്മൾ നോക്കുന്നത് 203 ഒഴിവുകൾ വന്നാൽ കഴിഞ്ഞ വർഷത്തെ അതേ നിയമനം നടന്നാൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 169ാം റാങ്കും EBT 177, മുസ്ലിം 166, OBC 164, വിശ്വകർമ്മ 174, EWS 182, LC സപ്ലൈ 2, ഹിന്ദു നാടാർ സപ്ലൈ 1, SC സപ്ലൈ 12, ST സപ്ലൈ 4, ധീവര സപ്ലൈ 2, SCC 142 മെയിൻ ലിസ്റ്റ്, SIUC നാടാർ സപ്ലൈ 1, ഡിഫറൻ്റ്ലി ഏബിൾ സപ്ലൈ 2, ഡിഫറൻ്റ്ലി ഏബിൾ LD സപ്ലൈ 2, ഡിഫറൻ്റ്ലി ഏബിൾ HI നോട്ട് അവൈലബിൾ, ഡിഫറൻ്റ്ലി ഏബിൾ M സപ്ലൈ 1. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് മൂന്നാമത്തെ സാധ്യതയായ മെയിൻ ലിസ്റ്റിലെ 203 പേർക്കും ജോലി ലഭിക്കണമെങ്കിൽ 243 ഒഴിവുകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നാൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതാണ് നമ്മൾ മൂന്നാമതായി പരിശോധിക്കുന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 202ാം റാങ്കും EBT സപ്ലൈ 3, മുസ്ലിം മെയിൻ ലിസ്റ്റ് 196, OBC സപ്ലൈ 2, വിശ്വകർമ്മ 187, EWS സപ്ലൈ 1, LC സപ്ലൈ 4, ഹിന്ദു നാടാർ മെയിൻ ലിസ്റ്റ് 1, SC സപ്ലൈ 15, ST സപ്ലൈ 5, ധീവര സപ്ലൈ 2, SCC മെയിൻ ലിസ്റ്റ് 142, SIUC നാടാർ സപ്ലൈ ലിസ്റ്റ് 2, ഡിഫറൻ്റ്ലി ഏബിൾ സപ്ലൈ 2, ഡിഫറൻ്റ്ലി ഏബിൾ LD സപ്ലൈ 2, ഡിഫറൻ്റ്ലി ഏബിൾ HI നോട്ട് അവൈലബിൾ, ഡിഫറൻ്റ്ലി ഏബിൾ M സപ്ലൈ 1. കോട്ടയം ജില്ലയുടെ നിയമന സാധ്യത പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയുടെ പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇതുവരെ നിയമനമൊന്നും നടന്നിട്ടില്ല. ലാസ്റ്റ് നിയമനം പോയിരിക്കുന്നത് 5/6/2025 പഴയ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ്. പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇതുവരെ നിയമനമൊന്നും നടന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ വേക്കൻസീസും അഡ്വൈസസും ഒക്കെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.